CPM ശക്തി കേന്ദ്രമായിരുന്ന കുട്ടനാട്ടിലെ നിലമ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ പകുതി സീറ്റിലും വിജയിച്ച BJPയുടെ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തതിന് വൻ പോലീസ് സന്നാഹങ്ങളോടെ 3 ജനപ്രതിനിധികളെ വധശ്രമക്കേസിൽ പ്രതികളാക്കി റിമാൻഡ് ചെയ്യാനുള്ള CPM നീക്കത്തെ നിയമ പോരാട്ടത്തിലൂടെ പ്രതിരോധിച്ചായിരുന്നു സത്യപ്രതിജ്ഞ. എന്നാൽ UDFനെയും സ്വതന്ത്രനെയും കൂട്ടുപിടിച്ച് BJPയെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള ശ്രമം CPM ഇപ്പോഴും തുടരുകയാണ്. നിലമ്പേരൂരിൽ നിന്ന് ആലപ്പുഴ റിപ്പോർട്ടർ സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. CPM ശക്തി കേന്ദ്രമായ കുട്ടനാട്ടിൽ നിന്നുള്ള നീലമ്പേരൂർ പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായി ഇത്തവണ NDA BJP വിജയിച്ചിരിക്കുകയാണ്. BJPക്ക് അനുകൂലമായ ജനഹിതം ഉണ്ടായിട്ടും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ വലിയ പ്രതിബന്ധങ്ങളെയാണ് BJPയുടെ ജനപ്രതിനിധികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അവർ നേരിട്ട പ്രതിസന്ധികൾ എന്തായിരുന്നു, എത്രത്തോളം സന്തോഷമാണ്, എന്താണ് ഇനി അവരുടെ വികസന കാഴ്ചപ്പാട് എന്നീ വിവരങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു തവണ UDF എന്നതൊഴിച്ചാൽ വലിയ ശക്തി കേന്ദ്രമായിരുന്നു CPMൻ്റെ, അവിടാണ് ഇപ്പം BJP ഭരണത്തിലേക്ക് വരുന്നത്. എന്താണ് നമ്മുടെ കാഴ്ചപ്പാട്, എന്തൊക്കെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് ഇത്തവണ അധികാരത്തിലെത്തിയത്? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ആകെ പ്രവർത്തനത്തിൻ്റെ തുകയാണ് ഇന്ന് ഈ കാണുന്ന വിജയമെന്ന് പറയുന്നത്. 2015-ൽ 2 ജനപ്രതിനിധികളിൽ തുടങ്ങി 2020-ൽ 4 ജനപ്രതിനിധികൾ, ഈ വർഷത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രാവശ്യം നമുക്ക് 7 പേരെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത്. ഈ വിജയത്തിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രതിബന്ധങ്ങളെ നേരിട്ട് ആണ് സത്യപ്രതിജ്ഞയ്ക്ക് പോലും എത്താൻ സാധിച്ചത്. കാരണം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ ഫലമായി അനാവശ്യമായ രീതിയിലുള്ള അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾക്ക് എതിരെ ക്രിമിനൽ കേസ് അടക്കം എടുത്തുകൊണ്ടാണ് ഈ നാട്ടിലെ ഭരണകൂടം പെരുമാറുന്നത്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയമായിട്ടുള്ള പ്രക്ഷോഭം, ജനകീയമായിട്ടുള്ള പ്രതിരോധം നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയും സാധാരണക്കാരായിട്ടുള്ള ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നടത്തുന്നുണ്ട്. അതിനാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇത്രയും നാൾ LDFും ഇടയ്ക്ക് UDFും ഭരിച്ചു. ഇവിടുത്തെ അടിസ്ഥാന വികസന പ്രശ്നമായി കാണുന്നത് എന്തിനാണ്? എന്തിനു മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? നിലമ്പേരൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് ഈ ആലപ്പുഴ ജില്ലയുടെ ഇങ്ങേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ്. നിരവധിയായിട്ടുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ഇന്നും എത്തി നോക്കാത്ത ഒരു പ്രദേശമാണ്. അടിസ്ഥാനപരമായി പറഞ്ഞാൽ കുടിവെള്ളം ഇതുവരെ നമ്മുടെ ജനങ്ങൾക്ക് എത്താത്ത ഒരു കിട്ടാക്കനിയാണ്. നിരവധിയായിട്ടുള്ള അടിസ്ഥാന യാത്രാ സൗകര്യമായിട്ടുള്ള പ്രശ്നങ്ങളെ, നിരവധിയായിട്ടുള്ള മറ്റ് മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്നിൽ നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇതിനെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിമറിക്കാം എന്നുള്ളതല്ല ദേശീയ ജനാധിപത്യ സഖ്യം പറയുന്നത്. പടിപടിയായി ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വരും ദിവസങ്ങളിൽ ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇപ്പം BJPയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇവിടുത്തെ കാർഷിക മേഖല കൂടാണ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേന്ദ്ര പദ്ധതികളടക്കം ഇവിടെ കൊണ്ടുവരാനുള്ള പരിശ്രമം ആണ് ഉണ്ടാവുക? നമുക്കെല്ലാം അറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൃഷിയിടമായ 24,000 കായൽ മുതൽ 4 കായലും 34 പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഏറ്റവും വലിയൊരു കൃഷിയിടമുള്ള ഒരു പഞ്ചായത്താണ് കുട്ടനാട്ടിലെ നിലമ്പൂർ പഞ്ചായത്ത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ ഒരു വിദഗ്ധ സംഘം നമ്മുടെ 2-3 ഘട്ടം ഓൾറെഡി വന്നു. കേന്ദ്ര മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടി തന്നെ കുട്ടനാട്ടിലെ കർഷകർക്കൊപ്പം നിൽക്കാൻ BJP സ്വാഭാവികമായിട്ടും അവർക്കൊപ്പമാണ്. ഇനിയും വരുന്ന കാലങ്ങളിലും അവർക്കൊപ്പം നിന്നുകൊണ്ട് കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു സമാധാനമായ അന്തരീക്ഷവും ഒരു നല്ല രീതിയിൽ അവരുടെ കുടുംബം പുലർത്താനുള്ള ഒരു അന്തരീക്ഷം BJP ഉണ്ടാക്കും. ഇവിടെ BJPയെ ജയിപ്പിച്ച ജനങ്ങൾ ജയിക്കണമെങ്കിൽ ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇവർക്ക് പരിഹരിക്കാൻ കഴിയണം. അതിന് കഴിയുന്ന നല്ലൊരു ഭരണസമിതി ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.